ഹേ ഗായ്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ മാറ്റി ഒരുങ്ങിയിട്ടുള്ളത്. അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ താത്താൻ്റെ വീട്ടിൽ നോമ്പറയാണ്. അപ്പം നമ്മളെല്ലാവരും പാടെ അങ്ങോട്ടേക്ക് പോവാണ്. നാളെ മോർണിംഗ് തിരിച്ച് വരുള്ളൂ. കാരണം ബത്തേരിയാണ്. രാത്രി നോമ്പറ കഴിഞ്ഞ് തിരിച്ച് വരാൻ കുറച്ച് റിസ്ക്, അത് കുറച്ച് ദൂരമുള്ളതുകൊണ്ട്. അപ്പം അന്നു സ്കൂളിൽ പോയിട്ടുണ്ട്, ഓൻ അവിടെ നിന്ന് കൂട്ടണം. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നോക്കാം. മാറ്റലും എടുക്കലൊക്കെ കഴിഞ്ഞ് അന്നൂന് ഡ്രസ്സ് വേണ്ട, അതിനൊരു 2 ഡ്രസ്സ് ഹാൻഡ് ബാഗിൽ അവിടെ വെച്ച് അന്നൂന് അവിടെ ഉണ്ടാവും. ഞാനും താത്താൻ്റെ അടുത്ത് വിടും. പിന്നെ അതിനോട് മാറ്റിയിട്ട് അപ്പുറത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നോക്കാം കേട്ടോ. ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ സ്കൂളിൽ ഞങ്ങൾ ചെല്ലുന്നതും കാലത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും. കൂട്ടാവരണേന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് നേരെ പോയി തോനെ കൂട്ടിയിട്ട് അങ്ങനെ പോവാം. ഇപ്പോഴത്തെ മോഡൽ ചിലപ്പോൾ അതേക്കും, അതുകൊണ്ടേക്കും അല്ലേ. അതിന് ഫേടിക്കണ്ടോ? ഉമ്മിക്ക് തരുമല്ലോ ശോ. കൊണ്ടാ മോൻ കടിച്ചു തരാം. ഉമ്മിക്ക് വേണ്ട, മോൻ കടിച്ചു തരാം. നല്ല വേണം. അടിച്ചേക്ക്. തലയിൽ വയ്ക്കുണ്ടോ? മതി ഇത്ര മതി. കൊറേ അടിക്കാൻ പറ്റൂല. അത് കുറച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. അതെ, കുട്ടൂനെ പോലെ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വരുമ്പോഴത്തേനും ഏകദേശം ആക്കി വെച്ചിട്ട് ആ കട്ട്ലേറ്റിനും ചിക്കൻ റോളിനൊക്കെ പരത്തി വെച്ചിട്ട്. ഇതെന്തിനാ? പക്കവട ഉണ്ട്. പക്കവട ലേശം ഉമ്മ വരുന്നുണ്ട്. ഉമ്മാക്ക് ഇറച്ചിയിലൊന്നും പറ്റില്ല, ലേശം പക്കവട ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഒരു സാധനം, ഇത് ഫൂഫു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പ അരച്ചതാണ് കേട്ടോ. അതിന് വേവിച്ചെടുക്കുക. പിന്നെ അതാ കായ്പോളക്ക് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പണിയൊന്നുമില്ല, തിന്നാൽ മതി. ഇതിൽ വേറെ ഒന്നും ഇടൂല, ഉപ്പും കപ്പയും മാത്രം വെറുതെ വേവിക്കേ. അപ്പൊ തിന്നലെങ്ങനെയാ? കറി കൂട്ടിട്ടോ? ചിക്കൻ കറിയോ ബീഫ് കറിയാണ് ഏറ്റവും ടേസ്റ്റ്. ഫൂഫു അതാ ഉണ്ടാക്കുന്നത്. അത് ആഫ്രിക്കക്കാരുടെ ഭക്ഷണം. ഞങ്ങള് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, അപ്പൊ നല്ല ടേസ്റ്റ് കിട്ടോ. അയാളോട് നമ്മള് വരുമ്പോ ഒന്ന് ഉണ്ടാക്കി തരാണ്. ഇതെന്ത് സാധനം? ഇത് കപ്പ അരച്ചത്. കപ്പ മിക്സിയിലിട്ട് അരച്ച് എന്നിട്ട് ഉപ്പും ഒക്കെ മിക്സ് ആക്കിയിട്ട് എണ്ണ ഒഴിക്കൂല, വെറുതെ ഇതാക്കി. അത് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ഉണ്ടാക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഇങ്ങനെ ഇതാവും, ഇങ്ങനെ വലിക്കുമ്പോ. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഇതാക്കുക. ഇതിങ്ങനെ കുറുക്കി എടുക്കുക. അപ്പൊ നൂല് വലിയും പോലെ അങ്ങോട്ടായി വരും. ഒന്നും വേണ്ട. ഉപ്പ് മാത്രല്ലേ ഇതുവരെ കിട്ടാത്ത. ഇപ്പൊ തന്നെ അതാവുന്നുണ്ട്. പാല് തൈര് പോലെ ഉണ്ടല്ലേ. അതിന് വിട്ട് തരുമല്ലേ. എന്നിട്ട് ഇങ്ങനെ വെറുതെ കൊയ്ക്കുന്ന കറി വെച്ച് പാനിന്ന് വിട്ട് തരല്ലേ. മറ്റേ അലുവയൊക്കെ ഇതാക്കും പോലെ പ്ലേറ്റിലേക്ക് എടുത്ത് ഇടണമെങ്കിൽ കുറച്ച് ടാസ്ക് ആയിക്കുമല്ലോ. അതാ ഉണ്ടയായി. രസമുണ്ടാവും. നല്ല രസമുണ്ട്. അവിടെ അടിയർക്ക് ഭയങ്കര ശരീരം തന്നെ അന്നാ തിന്ന കേട്ടോ. തിന്നോക്കി നമുക്ക് പോരെ പറ്റുണ്ടല്ലോ. നല്ലാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയൊക്കെ. വെള്ളമൊന്നും മിക്സ് അരക്കുമ്പോ ശേഷം വെള്ളം പാർന്നിട്ട് അധികം ലൂസാവാണ്ട് അറിയാൻ പാകത്തിന്. എണ്ണ ഒഴിവാക്കിയിട്ട്
നമ്മളെ കടികളൊക്കെ അതവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി ആപ്പിളും കൂടി മുറിച്ചിടണം. അത് വാങ്ങി കൊടുക്കുന്ന നേരത്ത് മുറിക്കാൻ വെച്ചിട്ടാ. ചിക്കൻ റോളും കട്ട്ലേറ്റും പിന്നെ കായ്പോള പക്കവട പിന്നെ ജ്യൂസ് പൈനാപ്പിളാണ് വെച്ചിട്ടുണ്ട്. പപ്പു ആണോ ചോദിക്കുന്നേ? ഗായ്സ് ഇതാ അവിടെ എല്ലാവരും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാങ്ക് ഇതാ സമയം ഏകദേശം കൊടുക്കാനായി. അപ്പോൾ ഗായ്സ് ഇതാ രണ്ടാമത്തെ കൈക്കലിന് വന്നതാട്ടോ. നല്ല ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ വരട്ടിയതും വെള്ളയപ്പം കുറച്ച് ചുട്ടിക്കൊള്ളൂ കേട്ടോ. കാരണം വെറുതെ ബാക്കിയാക്കണ്ടല്ലോ, തിന്നിട്ട് വേണമെങ്കിൽ ഇതാക്കാമല്ലോ. പിന്നെ എവിടെ എൻ്റെ ഫൂഫു മറന്നു ഗൈസ്. നല്ല അച്ചാറുണ്ട്. ഫൂഫു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്കൊന്ന് ഉണ്ടാക്കാൻ. ഇരിക്കേ മാമുന്ന ഇരിക്കേ. ഇത് ഒരാൾക്ക് എന്നാലുള്ളൂ. എന്താ നുള്ളിയാക്കിയിട്ട് എന്താ മുഖം കണ്ടിട്ട് സുഖമില്ലല്ലോ. ഇത് ആദ്യം തന്നെ കയറി തിന്നാന്. മാമു ആരെങ്കിലും ഒരു മാമുട്ട് എടുക്കേ. പ്ലേറ്റ് തായിടുവോ ഗായ്സ്? അപ്പോൾ ഇതാ ഫ്രൂട്ട് സലാഡ് കേട്ടോ. ഇതോടുകൂടി കലാപരിപാടികൾ അവസാനിക്കുകയാണ് കേട്ടോ. എരിഞ്ഞു പുകഞ്ഞ് വായിൽ മുള്ളുള്ളൂ, ഭയങ്കര എരിവ് പുകയും. ഫ്രൂട്ട് സലാഡ്. അപ്പോൾ ശരി ബൈ. പോയി പഠിക്കടാ, മൊട്ട വാങ്ങണ്ട. ഉണ്ടല്ല, പോയി പഠിക്കും, മൊട്ട വാങ്ങണ്ട. അയ്യേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.